ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമാണ്. അത് പൊതുസമൂഹത്തിന് മുഴുവനും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മുൻപോട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടി എടുക്കാതെ കോൺഗ്രസ് മാറി നിൽക്കുന്നത്? ആരെയാണ് ഇതിലൂടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ വി.ഡി. സതീശൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പരാതി മുൻപ് കിട്ടിയിരുന്നു. അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം നിരവധിയായിട്ടുള്ള പ്രവർത്തകര്, കോൺഗ്രസിന്റെ പ്രവർത്തകര് പരാതി പറഞ്ഞിട്ടും കോൺഗ്രസ് ലീഡ് കുടുംബത്തിലടക്കം പരാതികൾ ഉയർന്നിട്ടും ശ്രീ രാഹുൽ സംരക്ഷിക്കുന്ന നിലപാടുമാണ് ശ്രീ വി.ഡി. സതീശൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതായത് കോൺഗ്രസിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക, ഒരു സസ്പെൻഡ് ചെയ്തുകൊണ്ടും സമൂഹത്തില് ഒരു പാലക്കാട് മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ തുടരാനുള്ള ഒരു ധാർമ്മികതയും ഇന്ന് അദ്ദേഹത്തിന് ഇല്ല. അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, മഹിളാ മോർച്ചയാണ്, യുവമോർച്ചയാണ്. അപ്പൊ ഇത്തരത്തില് രാജി വെക്കുന്നത് വരെ ഒരു തരത്തിലും ഞങ്ങൾ പുറകോട്ടില്ല. ഇതുവരെ നടന്നിരിക്കുന്നത് ചെറിയ സമരങ്ങളാണെങ്കിൽ വലിയ പ്രക്ഷോഭം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനുള്ള ആസൂത്രണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് രാജിയിൽ മാത്രമേ കലാശിക്കൂ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ല എങ്കിൽ കോൺഗ്രസിലെ പ്രവർത്തകരെ മാത്രമല്ല ഈ കോൺഗ്രസിന്റെ ലീഡേഴ്സ് വെല്ലുവിളിക്കുന്നത്, ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ശ്രീ വി.ഡി. സതീശൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഏത് വിധത്തിലും ഭാരതീയ ജനതാ പാർട്ടി എതിർക്കും. നബി പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളെ ഒട്ടാകെയാണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ അടക്കം തന്നെ അവരെയൊക്കെ തന്നെ ഒരുപോലെയാണ് വെല്ലുവിളിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം വരുന്ന ഈ ചാറ്റുകളൊക്കെ തന്നെ അതിലൊക്കെ പറയുന്നുണ്ട് അവർ, അതായത് KSUവിലുള്ള മറ്റ് പെൺകുട്ടികൾക്കും പ്രവർത്തകരായിട്ടുള്ള മറ്റു പെൺകുട്ടികൾക്കും ഇതുപോലെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെയും സംഘടനയിലുള്ള പ്രവർത്തനമൊക്കെ നിർത്തിപ്പോയെന്ന്. അപ്പോൾ അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു പെൺകുട്ടി ഒരു സംഘടനാ പ്രവർത്തനത്തിൽ എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാമോ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഇപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടികളോടക്കം പെരുമാറിയിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്. ആ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള നേതൃത്വം, യുവ നേതാവ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്ന സമയത്ത് ഈ ഇരകളോടൊപ്പം നിൽക്കാതെ, അതായത് നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുള്ള നിരവധി സ്ത്രീകൾ ഇന്ന് തെളിവ് സഹിതം പുറത്തേക്ക് വന്നിട്ടും ആ സ്ത്രീകളെയൊക്കെ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോരാടുന്ന ഒരു നാട്ടില് സ്ത്രീ സുരക്ഷ ഒട്ടുമില്ല, അതല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതിക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള കോൺഗ്രസ് ഒരിക്കലും സ്ത്രീപക്ഷ പാർട്ടിയല്ല എന്നുള്ളത് നാൾക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ഒരുക്കി രംഗത്തെത്തിയിരിക്കുന്നതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും സ്ത്രീകളെ തന്നെയാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നത്. ഇതിലൂടെ തന്നെ ഈ പരാതിക്കാരെ ഒരു കാരണവശാലും എന്ന് വെച്ചാൽ ആരോപണം ഉന്നയിക്കുന്ന ആ സ്ത്രീകളെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്, അവരെ സൈബർ ബുള്ളി ചെയ്യില്ലെന്നൊക്കെ തന്നെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിനു വേണ്ടി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ നടത്തിയിരിക്കുന്ന ആ ഒരു നാടകമൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും പൊതുസമൂഹത്തിനടക്കം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെ എത്രത്തോളം വെള്ളം പൂശാമോ അതിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ്. ഇതിനെ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നേരിടുന്ന അനുഭവമെങ്കിൽ ആ പ്രവർത്തകരല്ലാത്ത പൊതുസമൂഹത്തിൽ പെട്ടിരിക്കുന്ന നിരവധി സ്ത്രീകൾ ഒരു ജനപ്രതിനിധിയുടെ അടുത്ത് പല കാര്യങ്ങൾക്കും സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എങ്ങനെയാണ് ഇത്രത്തോളം മോശമായിട്ടുള്ള പെരുമാറ്റമുള്ള സ്ത്രീകളോട് ഇത്രത്തോളം വൈകല്യത്തോടു കൂടെ പെരുമാറുന്ന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തേക്ക് പാലക്കാടിലെ ജനത ഒരു ആവശ്യവുമായിട്ട് കയറി ചെല്ലുന്നത്? അപ്പം ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് യോജിച്ച ഒരു സ്വഭാവമല്ല ഇത്. ഒരു വ്യക്തിയിൽ നിന്നാണ് ഇതിന് മുൻപൊക്കെ നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുള്ളതെങ്കിൽ ഒരു വ്യക്തിയിലോ 2 or 3 വ്യക്തികളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വരെ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇത്രയും നീചമായിട്ടുള്ള ഒരു സ്വഭാവം അത് നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ലൈംഗിക വൈകല്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് ചികിത്സിക്കണം. ഇവിടെ രാഹുൽ രാജിവെച്ചാൽ മാത്രം പോരെ, നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ആസന്നമായിരിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പരാതി എഴുതി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലും ഇത്രത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളെല്ലാം തന്നെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് കേസെടുത്ത് രാഹുലിനെതിരെ നിയമ നടപടികൾ FIR തീർച്ചയായിട്ടും ഇടണം. അത് ആ ഒരു കാര്യത്തിൽ കൂടെ, നിയമ നടപടികളുടെ കാര്യത്തിൽ കൂടെ ഈ പൊതു സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.